ശോഭന അഭിനയിച്ചോ? ശോഭനയെ കൊണ്ട് അഭിനയിക്കാൻ പറ്റിയോ? ശോഭനാമ്മ അഭിനയിച്ചോ? ഇതെങ്ങനെ സാധിച്ചു? ശോഭനാമ്മ എങ്ങനെ അഭിനയിച്ചു? തുടങ്ങി ഒരു നിര ചോദ്യങ്ങളാണ് യൂട്യൂബും ഫേസ്ബുക്കും ഫുള്ള്. ബിക്കോസ് അമ്മ ഒരു പ്രൊമോഷൻ വീഡിയോയിൽ ഫസ്റ്റ് അഭിനയിച്ചു. അതൊരു ചാലഞ്ച് തന്നെ ആയിരുന്നു. ബിക്കോസ് എനിക്കൊരു പ്രൊമോഷൻ വീഡിയോ വന്നപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു വൈ അമ്മ. കാരണം ഞാൻ എന്ത് വീഡിയോ എടുത്താലും അതിൽ അമ്മയുണ്ട്, അമ്മയില്ലാത്തൊരു വീഡിയോ ഇല്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് പ്രൊമോഷൻ വീഡിയോയിൽ കൂടി അമ്മയും കൂടി ഉൾപ്പെടുത്തിക്കൂടാ എന്നൊരു സംശയമാണ് ഞാൻ അമ്മയെ പ്രൊമോഷൻ വീഡിയോയിൽ കയറ്റിയത്. ചെറിയൊരു റിസ്കി ടാസ്ക് ആയിരുന്നു, പക്ഷെ അമ്മ അത് അഭിനയിച്ചത് തന്നെയായിരുന്നു. സംഭവം റിയലിസ്റ്റിക് ആണ്. കാരണം പ്രീവിയസ് ഒരു കുറച്ച് നാൾ കൊണ്ട് ഒരു പച്ച നൈറ്റിക്ക് വേണ്ടിയിട്ട് യുദ്ധം നടക്കുമായിരുന്നു. ഞങ്ങളുടെ നൈറ്റ് മേടിച്ച് കൊടുക്കുകയും ചെയ്തു, പക്ഷെ അത് കംഫർട്ട് ആയില്ല. സോ പച്ച നൈറ്റിക്ക് വേണ്ടിയിട്ട് യുദ്ധം നടക്കുമായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ഈ പ്രൊമോഷൻ വീഡിയോ വന്നപ്പോൾ ആക്ട് ചെയ്യിപ്പിച്ചപ്പോൾ എല്ലാം സക്സസ് ആയി. അപ്പോൾ അമ്മ നോർമലി ഡിഫോൾട്ടായിട്ട് നമ്മൾ അമ്മയെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടല്ല ചെയ്യുന്നത്, റിയലിസ്റ്റിക് ആണ്. കാരണം അമ്മയെ കൊണ്ട് അഭിനയിപ്പിക്കുന്നുള്ള പോസിബിൾ അല്ല. അപ്പം ഇപ്പൊ നമ്മളൊരു ചായ ഇടുന്ന സമയത്ത് ചേട്ടനോ നന്ദനോ പോയി പറയും ദേ അവിടെ ചായ ആയിട്ടുണ്ട് പെട്ടെന്ന് ചെല്ലെന്ന് പറയും, അമ്മ ചായക്ക് വരുന്നു അല്ലെങ്കിൽ ചക്ക അടക്കുന്നു. അതൊക്കെ റിയൽ ആണ്. നമ്മൾ പറയിക്കുന്നത് മാതിരി അങ്ങ് ചെയ്യുന്നതല്ല, റിയലിസ്റ്റിക് ആയിട്ട് അമ്മ ആക്ട് ചെയ്യുന്നതാണ്. സോറി, അങ്ങ് വരുന്നതാണ്. പക്ഷേ പ്രൊമോഷൻ വീഡിയോ അഭിനയിപ്പിച്ചതാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അത്ഭുതമാണെന്നൊക്കെ പറഞ്ഞു അമ്മയെ കൊണ്ട് ഇതിനെ പറ്റിയത്. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ ഇനിയും അമ്മയെ കൊണ്ട് അഭിനയിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അത് ചെയ്തിരിക്കും. ഇനി പടം പിടിക്കാൻ നിൽക്കുമോ എൻ്റെ കൂടെ? കേട്ടില്ല. സമ്മാനം തരണം. സമ്മാനം തരും. അതായത് നമ്മുടെ ആംസിന്റെ ഓണർ അമ്മയ്ക്ക് നൈറ്റി കൊടുത്തിരുന്നല്ലേ, ഗിഫ്റ്റ് കൊടുത്തിരുന്നു. അപ്പൊ അതൊരു പ്രസന്റേഷൻ മാതിരിയാണല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. സമ്മാനം തരുവാണെങ്കിൽ അഭിനയിക്കാന്നാണ് പറയണേ. ഓക്കെ, അപ്പോൾ ഇനിയും അമ്മയെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റുമെങ്കിൽ അഭിനയിപ്പിക്കും. മാക്സിമം ആദ്യം വന്ന പ്രൊമോഷൻ വീഡിയോ ഒക്കെ നോ പറയുക ചെയ്തത്. കാരണം അമ്മയെ കൊണ്ട് പറ്റുമെന്നുള്ള കാര്യം പോസിബിൾ ആയിരുന്നില്ല. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ട്രയൽ കഴിഞ്ഞല്ലോ, അപ്പൊ ഇനിയിപ്പോ ഓക്കെയാണ്. കുറച്ചു പേരുടെ സംശയമായിരുന്നു ആ അമ്മ എന്തിനാ പുറത്ത് കാണിക്കുന്നത്, അമ്മയെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ, ഇവരെയൊക്കെ എന്തിനാ പ്രദർശിപ്പിക്കുന്നതെന്ന് ചോദിച്ച കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തില്. അവർക്കുള്ളൊരു മറുപടിയാണ്. കാരണം ഇവരെ കൊണ്ടും പലതും സാധിക്കും. നമ്മൾ ഇവരെയൊക്കെ ഇറുക്കി പിടിച്ചൊരിടത്ത് വെച്ചിരിക്കേണ്ടതല്ല, പബ്ലിസിറ്റി ചെയ്ത് അവർക്കുള്ള കഴിവും കൂടി കാണിക്കേണ്ടതാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. സോ അപ്പൊ അങ്ങനെ പറഞ്ഞവർക്കുള്ള ഒരു മറുപടിയായിട്ട് ഞാൻ ഈ പ്രൊമോഷൻ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എവരെ പോലെയുള്ളവർക്ക് എന്താ സോഷ്യൽ മീഡിയ പാടില്ലേ, അവിടെ വരാൻ പാടില്ല എന്ന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ? എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇവരെ കാണിച്ച് ജീവിക്കുന്നു, ഇവരെന്തിനാ കാണിക്കുന്നു എന്ന് ചോദിക്കുന്നവര്. അപ്പോ അങ്ങനെയുള്ളവരോട് എടുത്തു പറയുന്നു, ഇനിയും ശോഭന വരും പല പല മുഖങ്ങളുമായിട്ട്. അല്ലേ? വരും, ഞാൻ വരും എന്ന് പറ. ഇനിയും വരും, ഇനിയും വരും, സമ്മാനം തരണം. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ പറയാനാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നാണ് ചോദിക്കണത് കേട്ടോ. മറുപടി തരും അവര്. ഇഷ്ടപ്പെട്ടവര് കമന്റ് ചെയ്തേക്കണേ. പറ. ഇഷ്ടപ്പെട്ടവര് സമ്മാനം തന്നതാ. ഓക്കെ, ടാറ്റ, ബൈ.